കമ്പനി അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്നത് കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ എടുത്ത് തീർക്കില്ല. അപ്പോൾ എൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ കുറച്ചെടുത്തു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസിൻ്റെ കുറച്ച് ടോപ്പിക്സ് എടുത്തതാണ്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സോ നമ്മൾ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു എന്ന് വെച്ചാൽ ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന ഈ ഹെഡ് മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി, ഫോറിൻ കമ്പനി, ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നു. അതിൽ തന്നെ രജിസ്റ്റേർഡ് കമ്പനിക്കകത്ത് ലിമിറ്റഡ് കമ്പനി, അൺലിമിറ്റഡ് കമ്പനി ഉണ്ട്. ലിമിറ്റഡ് കമ്പനീസിനകത്ത് തന്നെ ലിമിറ്റഡ് ബൈ ഷെയറും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്. ഇത്രയും കാര്യം പഠിച്ച് വെച്ച് ഇതിനകത്ത് നിന്ന് 2 വരി എഴുതുമ്പം തന്നെ ഒരു 3-4 പേജ് ആയില്ലേ പിള്ളേരെ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി എസ്സേ വന്നാൽ ഈ ഒരു ഓർഡറിൽ ഇതിൻ്റെ പേരൊന്ന് പഠിച്ച് വെച്ച് 2 വരിയെങ്കിലും എഴുതാൻ പഠിച്ചാൽ ആ ഒരു ഫോർമാറ്റ് ഒന്ന് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 12 മാർക്ക് ഉറപ്പാണ്. കാര്യം അത്രത്തോളം കണ്ടൻ്റ് ഉണ്ട്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ചാർട്ടേഡ് കമ്പനി എടുത്ത് വെച്ച് മനപ്പാടം പഠിച്ച് ഒരു പേജ് എഴുതണമെന്നില്ല. ചാർട്ടേഡ് കമ്പനിയും സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയൊക്കെ എന്താണെന്ന് മെൻഷൻ ചെയ്താൽ തന്നെയും ഇത് ടോട്ടൽ എഴുതി വരുമ്പം നിങ്ങൾക്ക് എങ്ങനെ പോലും ഒരു 4-5 പേജ്, അതായത് ആവശ്യത്തിന് കണ്ടൻ്റ് ഉണ്ട്. ദെൻ ഓൺ ദ ബേസ് ഓഫ് കൺട്രോളിൽ ഹോൾഡിംഗ് കമ്പനി, അതിൻ്റെ സബ്സിഡിയറി കമ്പനി വരും. പിന്നെ ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് ഗവൺമെൻറ് കമ്പനി, നോൺ ഗവൺമെൻറ് കമ്പനി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ വരെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നോക്കൂ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് അനുസരിച്ച് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു ഗവൺമെൻറ് കമ്പനിയും നോൺ ഗവൺമെൻറ് കമ്പനിയും. ഇത് ഞാൻ പഠിപ്പിച്ചതാണേ. ഒരു കമ്പനിയിൽ 51% കൂടുതൽ ഷെയർ സർക്കാരിനാണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, സെൻട്രൽ ഗവൺമെൻറ് ആവാം, 2 പേർക്കും കൂടെ ചേർന്നുമാകാം. ആ കമ്പനി അപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പനി ആവും. അങ്ങനെ അല്ലാത്ത, അതായത് ഒരു കമ്പനിയിൽ 51% മുകളിൽ ഷെയർ സർക്കാരിനല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തതെല്ലാം നോൺ ഗവൺമെൻറ് കമ്പനീസാണ്. ശരിക്കും ഓണർഷിപ്പിൻ്റെ ബേസിൽ ഇവിടെ തന്നെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സോ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്, പുതിയ ടോപ്പിക്കാണ്. ഇനി ഇത്രയാണ് പഠിപ്പിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബുക്കിലോട്ട് എഴുതിക്കോ, ഇതൊക്കെ കഴിഞ്ഞാണേ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബുക്കിലോട്ട് എഴുതുക, ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് സൈസ് ഓഫ് ദ കമ്പനി. അടുത്ത ഹെഡിങ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് അഥവാ സൈസ് ഓഫ് ദ കമ്പനി. നോക്കൂ, സൈസ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് കമ്പനിയുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല. നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ സൈസ്, അത് രണ്ടും ഒരേ മീനിങ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലി സൈസ്, നമ്മുടെ കുടുംബത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്, ഫാമിലി സൈസ് എന്ന് പറയുന്നത് വീടിൻ്റെ വലിപ്പമോ പുരയിടത്തിൻ്റെ വലിപ്പമോ നമ്മുടെ തൂക്കമോ ഒന്നും അല്ല. അച്ഛനെ അമ്മയെ നമ്മളെ എടുത്ത് വെച്ച് തൂക്കുമ്പോഴല്ല നല്ല തൂക്കമുള്ള, അച്ഛനും അമ്മയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്, വലിയ ഫാമിലിയാണ്. നമ്മുടെ വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വലിപ്പം അല്ലെങ്കിൽ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ്, പുരയിടത്തിൻ്റെ വലിപ്പം, ഇതല്ലല്ലോ നമ്മൾ ഫാമിലി സൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ആളുകളുടെ എണ്ണമാണ്. ആ കുടുംബത്തിൽ എത്ര പേരുണ്ട് എന്ന് പറയുന്ന പോലെ കമ്പനിയുടെ സൈസ് എന്ന് ഇവിടെ മീൻ ചെയ്യുന്നത്, കമ്പനിയുടെ വലിപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഓൺ ദ ബേസ് ഓഫ് മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധിച്ചിരുന്നോണേ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ മിനിമം എത്ര പേര് വേണം, മാക്സിമം എത്ര പേര് വരെ ആകാം, അതിൻ്റെ ബേസിലാണ് ഇവിടെ കമ്പനിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. നോക്കൂ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം എത്ര പേര് വേണം, മാക്സിമം എത്ര പേര് വരെ ആകാം, ഈ 2 കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ. അതാണ് ഈ നമ്പർ ഓഫ് മെമ്പേഴ്സ്. മിനിമം എത്ര പേര് വേണം, മാക്സിമം എത്ര പേര് വരെ ആകാം, ഈ ഒരു കോൺസെപ്റ്റിലാണ് കമ്പനിയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും പല കുട്ടികളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ എന്തോ ആണെന്നും പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ആണെന്നും. പൊട്ടത്തെറ്റ്. അങ്ങനല്ല ഈ പേര് വന്നിരിക്കുന്നത്. പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് ഓണർഷിപ്പിൻ്റെ ബേസിലല്ല, ഓണർഷിപ്പിൻ്റെ ബേസിലല്ല. എടോ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുകേഷ് അംബാനി CEO ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇല്ലേ, അത് സർക്കാരിൻ്റെ ഒന്നും അല്ലല്ലോ. പക്ഷേ അതൊരു പബ്ലിക് കമ്പനിയാണ്. കാരണം ടാറ്റ ഒരു പബ്ലിക് കമ്പനിയാണ്, ബിർള ഒരു പബ്ലിക് കമ്പനിയാണ്. ഇവിടെ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത് ഓണർഷിപ്പിൻ്റെ ബേസിലല്ല. അത് തൊട്ട് മുൻപ് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. ഓണർഷിപ്പിൻ്റെ ബേസിൽ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് ഗവൺമെൻറ് കമ്പനി, നോൺ ഗവൺമെൻറ് കമ്പനിയാണ്. ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ മിനിമം എത്ര പേര് ആകാം, മാക്സിമം എത്ര പേര് വരെ മുന്നോട്ട് പോകാം. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ മിനിമം എത്ര പേര് വേണം, മാക്സിമം എത്ര പേര് വരെ ആകാം, അതിൻ്റെ ബേസിലാണ് ഈ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ 2 ക്ലാസിഫിക്കേഷൻ, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. നമുക്ക് ആദ്യം പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് നോക്കാം. ഒരിക്കൽ കൂടെ ഞാൻ അടിച്ചു പറയുന്നു, അത്രത്തോളം സ്ട്രെസ് ചെയ്ത് പറയുന്നു, ഇവിടെ പ്രൈവറ്റ് പാർട്ടി എന്നോ ഗവൺമെൻറ് എന്നോ ഒരു മീനിങ് ഇല്ല. ഇവിടെ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി എന്ന് വിളിക്കുന്നത് എത്ര മെമ്പേഴ്സിനെ ഉൾപ്പെടുത്താം എന്നതിൻ്റെ ബേസിലാണ്.
ഒരു കമ്പനിയിൽ മിനിമം എത്ര പേര് വേണം, മാക്സിമം എത്ര പേര് വരെ ആകാം, അതിൻ്റെ ബേസിലാണ് ഈ പേര് വരുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രൈവറ്റ് കമ്പനി? പ്രൈവറ്റ് എന്ന വാക്കിന് സ്വകാര്യ വ്യക്തികളെന്നോ സ്വകാര്യത എന്നോ അങ്ങനല്ല മീനിങ്. പ്രൈവറ്റ് എന്നതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്, നോക്കൂ, പ്രൈവറ്റ് കമ്പനിയുടെ ആദ്യം പ്രൈവറ്റ് ആണേ പറയാൻ പോകുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം ഇവിടെ പ്രൈവറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്വകാര്യ വ്യക്തികളെന്നോ സ്വകാര്യത എന്നോ അങ്ങനല്ല. നമ്പർ ഓഫ് മെമ്പേഴ്സ് മാക്സിമം 200 പേരെ ആകാവൂ. അങ്ങനൊരു സ്വകാര്യതയുണ്ട്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്പർ ഓഫ് മെമ്പേഴ്സ് മാക്സിമം 200 പേരെ ആകാവൂ. അങ്ങനെ ഫോം ചെയ്യുന്നൊരു കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. ഇവിടെ പ്രൈവറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ആ ഒരു അർത്ഥത്തിലാണ് സ്വകാര്യത, അതായത് 200 പേര് കൂടുതലാവരുത്. സോ നമുക്ക് 200 പേരെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫാമിലി പോലെ എല്ലാവർക്കും തമ്മിൽ അറിയാം. നമ്മുടെ സ്വന്തം ആൾക്കാരെ പോലെ എല്ലാവർക്കും തമ്മിൽ അറിയാം. ദാറ്റ് ഈസ് മാക്സിമം 200 മെമ്പേഴ്സേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും തമ്മിൽ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടെന്ന് വെറുതെ പറയുന്നതാണ് അങ്ങനെ. അപ്പോൾ പ്രൈവറ്റ് മനസ്സിലായോടോ? ആ വാക്ക് വന്ന് എങ്ങനെ മനസ്സിലായോ? ഒരു 200 പേരേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഒരു കോളേജിലെ ഒരു 2-3 ക്ലാസ്സിലെ മെമ്പേഴ്സേ വരുന്നുള്ളൂ. ഒരു കോളേജിലെ ഒരു 4 ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 4 ക്ലാസ്സിലെ കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവരെയും വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരായിരിക്കും. വേണമെങ്കിൽ പരിചയപ്പെടാം, 200 പേരുടെയൊക്കെ കോൺടാക്റ്റ് ഒപ്പിക്കാവുന്നേ ഉള്ളൂ. ആ അർത്ഥത്തിലാണ് അതിനെ പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. എല്ലാവരും തമ്മിൽ ചിലപ്പോൾ ഒരു കോൺടാക്റ്റ് കാണും. മാക്സിമം ആണ് 200. മാക്സിമം ആണ് 200 വരെ ആകാവുന്ന. 200 ആവണോ നിർബന്ധമില്ലല്ലോ. ചിലപ്പോൾ 60 പേരാകാം, 40 പേരാകാം, 85 പേരാകാം. അവിടെ എല്ലാം ആ മെമ്പേഴ്സ് തമ്മിൽ സ്വകാര്യമായിട്ട് അവരുടെ സ്വകാര്യതയിൽ അവർക്ക് അറിയാം. ക്ലിയർ ആവുന്നുണ്ടോ? തമ്മിൽ അറിയാൻ പറ്റും. ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയുടെ പ്രത്യേകതകൾ പറയുവാണ്. ഒന്നാമത്തെ പ്രത്യേകത ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ലിമിറ്റ്സ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഷെയർ ട്രാൻസ്ഫർ പറ്റത്തില്ല. എൻ്റെ ഷെയർ ട്രാൻസ്ഫർ എനിക്ക് മറ്റൊരാൾക്ക് എൻ്റെ റൈറ്റ്, അതായത് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ പഠിക്കേണ്ട കേസാണ്. ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ അതിന് ഇത്തരം പ്രത്യേകതകൾ ഉള്ളപ്പോഴാണ് അതിനെ പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 ആണ്. റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്. റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്. നമുക്കൊരു കമ്പനിയുടെ ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൊഹിബിറ്റ്സ് എനി ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി ഷെയർസ് ഓർ ഡിബഞ്ചർ. പബ്ലിക്കിന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കാൻ പറ്റില്ല. ഇത് പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ഷെയർസ് ആണ്. ഒരു കമ്പനിയുടെ ഷെയർ പബ്ലിക്കിനെ അറിയിച്ചിട്ടല്ല, നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അവരെയൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രൈവറ്റ് കമ്പനി. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും തമ്മിൽ അറിയാവുന്നവരായിരിക്കും. അവരായിരിക്കും മിക്കവാറും അതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്രൊഹിബിറ്റ്സ് എനി ഇൻവിറ്റേഷൻ ഓർ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം പേഴ്സൺ അതർ ദാൻ മെമ്പേഴ്സ്, ഡയറക്ടേഴ്സ് ഓർ ദെയർ റിലേറ്റീവ്സ്. മെമ്പേഴ്സോ ഡയറക്ടേഴ്സോ അവരുടെ റിലേറ്റീവ്സോ അല്ലാത്ത മറ്റാരിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റില്ല. നോക്കൂ, ഇതൊരു ക്ലോസ്ഡ് ഡൗൺ, അതായത് വളരെ സ്വകാര്യതയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന 4 റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോണേ. എ പ്രൈവറ്റ് കമ്പനി ഈസ് വൺ വിച്ച് ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹1 lakh ഓർ സച്ച് ഹയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. മിനിമം 1 ലക്ഷം രൂപയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം. അത് ആദ്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം 1 ലക്ഷം രൂപയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം. പിന്നീടുള്ള കാര്യങ്ങൾ എന്താ? ഷെയർ ട്രാൻസ്ഫർ പറ്റില്ല. ഇത് മാത്രം എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഷെയർ ട്രാൻസ്ഫർ പറ്റില്ല. മാക്സിമം 200 പേരെ ആകാവൂ. പബ്ലിക്കിന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പബ്ലിക്കിൻ്റെ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റില്ല. കൂടാതെ മിനിമം 2 പേര് മതി. മാക്സിമം 200, മിനിമം 2. ഇത്രയും കാര്യം ഒത്തു വന്നാൽ അതിനെ ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കാം. അപ്പോൾ പറഞ്ഞ ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഫസ്റ്റ് വൺ നമുക്കൊരു ഓർഡറിൽ തന്നെ പറയാം. ഇവിടെ പിടിച്ചോ. വിച്ച് ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹1 lakh. മിനിമം 1 ലക്ഷം രൂപയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം. 2, റൈറ്റ് ടു ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെസ്ട്രിക്റ്റഡ് ആണ്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. 3, മിനിമം 200 പേരെ പറ്റൂ. 4, പബ്ലിക്കിന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പബ്ലിക്കിന് കോമൺ ആയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റില്ല ഷെയറിൻ്റെ സബ്സ്ക്രിപ്ഷൻ. അടുത്തത്
ജനറൽ പബ്ലിക്കിന് ഇവിടേക്ക് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. കൂടാതെ ഒരു ഇൻഫർമേഷൻ തരാം, മിനിമം 2 പേര് മതി ഫോം ചെയ്യാൻ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് തുടങ്ങാനായിട്ട് 2 പേര് മതി. ഇത്രയും കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് നമ്മളിതിനെ പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ പ്രൈവറ്റ് കമ്പനിയുടെ അർത്ഥം മനസ്സിലായല്ലോ. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടും ഒരു സ്വകാര്യത കീപ്പ് ചെയ്യണം എന്ന ഒരു ആസ്പെക്റ്റിലാണ് ഇതിനെ പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇത് പ്രൈവറ്റ് പാർട്ടീസ് ഓൺ ചെയ്യുന്നു എന്നൊരു മീനിങ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഓണർ ആര് എന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ ഈ പറയുന്ന കണ്ടീഷൻ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യാനുള്ളത്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 ലക്ഷമായിരിക്കണം, ഷെയർ ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം, മാക്സിമം 200 പേരെ ആകാവൂ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിൻ്റെന്ന് ഷെയർ സബ്സ്ക്രിപ്ഷൻ പറ്റില്ല, മെമ്പേഴ്സും ഡയറക്ടേഴ്സും റിലേറ്റീവ്സും അല്ലാതെ മറ്റാർക്കും കമ്പനി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് 2 പേര് മതി ഇത് ഫോം ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ ഒത്തു വന്നാൽ ആ കമ്പനിയെ നമുക്കൊരു പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കാം. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു കാര്യം വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അതാണ് പബ്ലിക് കമ്പനി. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഇതെവിടെ പറയുന്നുണ്ട്? പ്രൈവറ്റ് കമ്പനി അല്ലാത്തതെല്ലാം, അതായത് ഈ പറയുന്ന കണ്ടീഷൻസ് ഇല്ലാത്തതെല്ലാം എന്താണ്? പബ്ലിക് കമ്പനീസാണ്. അപ്പോൾ ആ വാക്ക് നോക്കൂ, പബ്ലിക്. പബ്ലിക് എന്ന വാക്ക് വരാൻ കാര്യം എന്താ? പബ്ലിക് എന്ന വേർഡ് ജനറൽ പബ്ലിക്കിന് ഇങ്ങോട്ട് കയറി വരാം, വിച്ച് മീൻസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇവിടെ അൺലിമിറ്റഡ് ആണ്. എത്ര പേർക്ക് വേണം? മാക്സിമം നമ്പർ എന്ന് പറയുന്നത് ഇവിടെ അൺലിമിറ്റഡ് ആണ്. പബ്ലിക്കിന് മുഴുവനും വന്ന് ഷെയർ വാങ്ങാം. ആ ആസ്പെക്റ്റിലാണ് ഇതിനെ പബ്ലിക് കമ്പനി എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ജനറൽ പബ്ലിക്കിന് ഓപ്പൺ ആണ്. ഇവിടെ നിങ്ങളുടെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് ലിമിറ്റ് ഇല്ല, അൺലിമിറ്റഡ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ഷെയറിന് റെസ്ട്രിക്ഷൻ ഇല്ല. നേരത്തെ പറഞ്ഞതെല്ലാം തിരിച്ചാണ്. നമ്പർ ഓഫ് മെമ്പേഴ്സ് മാക്സിമം എത്ര വേണേലും ആവാം. ഷെയർ ട്രാൻസ്ഫറിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പക്ഷേ മിനിമം 7 പേരുണ്ടെങ്കിലേ തുടങ്ങാൻ പറ്റൂ. മിനിമം നമ്പറിന് അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. മിനിമം 7 ആണ്. നേരത്തെ 2 അല്ലായിരുന്നു. അപ്പോൾ പബ്ലിക് കമ്പനീസ് തുടങ്ങണമെങ്കിൽ 7 പേര് വേണം. പക്ഷേ മാക്സിമം ലിമിറ്റ് പറയുന്നില്ല. എത്ര പേർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഷെയർ ട്രാൻസ്ഫറും ഫ്രീ ആണ്. ഞാനിപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ എനിക്കത് വളരെ ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്ന സൗജന്യമെന്നല്ല. ആ ഫ്രീ അല്ല പിള്ളേരെ, ഇത് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എനിക്കിത് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങാതെ കൊടുത്തെന്നല്ല. ഇനി അങ്ങനെയും വിചാരിക്കുന്ന പിള്ളേരുണ്ടോ എന്തോ. ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങാതെ സൗജന്യമായി കൊടുത്തെന്നല്ല. ഫ്രീലി ട്രാൻസ്ഫർ എന്നാൽ സ്മൂത്ത് ആയിട്ട് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ കൊടുക്കാമെന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരിൽ നിന്ന് പൈസ വാങ്ങാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പേരിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി, നിങ്ങളുടെ പേരിൽ കിടക്കുന്ന ഒരു കേസും ഇല്ല, വഴക്കുമില്ല. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലാണെന്ന് വിചാരിച്ചു. നിങ്ങൾ താമസിക്കുന്ന വീട് പൂർണ്ണമായിട്ടും നിങ്ങളുടെ അച്ഛൻ്റെ പേരിലാണ്. ഹീ ക്യാൻ ഫ്രീലി ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി. നിയമപരമായിട്ട് അദ്ദേഹത്തിന് ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് കൊടുക്കാമെന്നല്ല. അദ്ദേഹത്തിന് നല്ല വില കിട്ടുവാണെങ്കിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, എടുത്ത് വിൽക്കാം. ആ ആസ്പെക്റ്റിലാണ് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ഷെയർ, പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഓൾവേസ് ഞാനാണ് എൻ്റെ ഷെയർ ഹോൾഡർ. പബ്ലിക് കമ്പനി അങ്ങനല്ല. ഞാനിപ്പോൾ റിലയൻസിൻ്റെയോ ടാറ്റയുടെയോ ബിർളയുടെയോ ഞാൻ ഈ പറയുന്ന എല്ലാം പബ്ലിക് കമ്പനിയാണ്. ഓക്കെ, അവരുടെ എല്ലാം ഷെയർ വാങ്ങിയെന്ന് കരുതി ജീവിതകാലം മൊത്തം ആ ഷെയർ കൊണ്ട് നടക്കണ്ട. എനിക്കത് ആർക്ക് വേണമെങ്കിലും വിൽക്കാം. ഓക്കെ, അപ്പോൾ അതാണ് പബ്ലിക് കമ്പനി. അപ്പോൾ പബ്ലിക് കമ്പനിയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത്, 1 മാക്സിമം നമ്പർ അൺലിമിറ്റഡ്, ഷെയർ ട്രാൻസ്ഫർ ഫ്രീലി ട്രാൻസ്ഫറബിൾ, മിനിമം നമ്പർ ഓഫ് പേഴ്സൺ 7 വേണം. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലാത്തതെല്ലാം പബ്ലിക് കമ്പനിയാണെന്നാണ് ശരിക്കും പറയുന്നത്. ഓക്കെ, ഇതോ കേട്ടോ. എ പബ്ലിക് കമ്പനി ഈസ് 1 വിച്ച് ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹5 lakh. നേരത്തെ 1 lakh അല്ലായിരുന്നു, പബ്ലിക്കിന് 5 lakh വേണം. ഓക്കെ, പിന്നെ പ്രൈവറ്റ് കമ്പനിക്ക് പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻ ഒന്നും ഇവിടെ ബാധകവുമല്ല. ഇതിനെയാണ് നമ്മൾ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ടോപ്പിക്കാണ്. കാരണം സ്പെസിഫൈ ചെയ്ത് 4 മാർക്കിന് ചോദിക്കുന്ന ടോപ്പിക്കാണ്. ടോട്ടൽ കമ്പനീസിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ച് വെക്കണം. എങ്കിലും പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും കുറച്ച് മെൻഷൻ ചെയ്ത് സ്പെസിഫൈ ചെയ്ത് 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താണ് പ്രൈവറ്റ് കമ്പനി, എന്താണ് പബ്ലിക് കമ്പനി. ആ വാക്ക് വന്നത് അങ്ങനെയാണ്. പ്രൈവറ്റ് പാർട്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ലേ? നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മറ്റ് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഇവരൊക്കെ തന്നെ ആയിരിക്കും അതിനകത്ത് മെമ്പേഴ്സ് ആവുന്നത്.
അപ്പം നമുക്കറിയാം നമ്മുടെ സ്വകാര്യത ഉണ്ട് അതിനകത്ത്, പബ്ലിക് കടന്ന് വരത്തില്ല അതിനകത്തോട്ട്. എന്നാൽ പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് ആർക്കും അറിയത്തില്ല, തമ്മിൽ ഒരു പരിചയവും കാണത്തില്ല. ചിലപ്പോൾ ലക്ഷക്കണക്കിന് മെമ്പേഴ്സ്, ഇപ്പോൾ റിലയൻസ് പോലെയൊക്കെയുള്ള വലിയ കമ്പനികൾക്ക് എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല. എണ്ണമല്ല പറയുന്നത്, ഇതൊക്കെ ആരാണ്, ഇവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞുതരാം. പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തമ്മിൽ ചാറ്റൊക്കെ ചെയ്യാം, തമ്മിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. പബ്ലിക് കമ്പനി ആകുമ്പോൾ ആ വാക്കി തന്നെ ഇറ്റ്സ് പബ്ലിക്, ജനറൽ പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും ഷെയർ വാങ്ങാം. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നമുക്ക് തമ്മിൽ കോൺടാക്റ്റ് ഒന്നും കാണത്തില്ല ആരും തമ്മിൽ. ദാറ്റ് ഈസ് കോൾഡ് എ പബ്ലിക് കമ്പനി. ഇനി ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ടോപ്പിക്കുണ്ട്. ഇത് ചോദിച്ചതാണ്, 4 മാർക്കിന് ചോദിച്ചതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രിവിലേജസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. എന്തുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് പബ്ലിക് കമ്പനിയേക്കാൾ, പബ്ലിക് കമ്പനിക്ക് മുകളിൽ എന്തൊക്കെയാണ് പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജ് ചോദിച്ചതാണ്. പരീക്ഷയ്ക്ക് 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കൂ, നമ്മുടെ ടോപ്പിക് എവിടെ നിന്നാണ് തുടങ്ങിയത്? ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. അതിനകത്തുനിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതായത് ഈ ടൈപ്സ് ഓഫ് കമ്പനി 15 മാർക്കിൻ്റെ എസ്സേ എന്നതിനേക്കാൾ ഉപരി അതിനകത്തുനിന്ന് തന്നെ വീണ്ടും 1 മാർക്ക് 2 മാർക്ക് 4 മാർക്ക് ചോദിക്കും. ഒരു ടൈപ്സ് ഓഫ് കമ്പനി നല്ല സൂപ്പറായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഒരു ഇത്തിരി ഭാഗ്യവും കൂടെ ഉണ്ടെങ്കിൽ അറൗണ്ട് 25 മാർക്സ് ഇതിൽ കിടപ്പുണ്ട്, ഒരു എസ്സേ പ്ലസ് കുറേ ടോപ്പിക്കുകൾ. അതുകൊണ്ട് ഓക്കെ, സോ നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനി നോക്കാം. ടോപ്പിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? പബ്ലിക് കമ്പനിക്ക് മുകളിൽ പ്രൈവറ്റ് കമ്പനിക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? എളുപ്പമല്ല, പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇറ്റ്സ് ഫോർമേഷൻ ഈസ് ഈസി. 2 പേര് മതിയല്ലോ തുടങ്ങാൻ. 2 പേര് മതി. അപ്പോൾ ഞാനും എൻ്റെ അനിയനും, ഞാനും എൻ്റെ അച്ഛനും അമ്മയും, അങ്ങനെ ആരെങ്കിലും 2 പേരെ പിടിച്ചിട്ട് അങ്ങ് തുടങ്ങാവുന്നേ ഉള്ളൂ. ഏറ്റവും അടുത്ത 2 പേരും അങ്ങ് തുടങ്ങി വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫോം ചെയ്യാം. ഇറ്റ് ക്യാൻ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ഇറ്റ്സ് ബിസിനസ്. അതെന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ 2 ടൈപ്പ് തുടക്കമുണ്ട്. പബ്ലിക് കമ്പനീസിന് ഇന്ത്യയിൽ നിയമപരമായിട്ട് 2 തുടക്കമുണ്ട്. ഒന്ന് ഇൻകോർപ്പറേഷനും 2 കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സും. പബ്ലിക് കമ്പനിക്ക് ഇങ്ങനെ 2 എണ്ണമുണ്ട്. കമ്പനി ഫോം ചെയ്യാനായിട്ട് ഒരു പ്രൊസീജിയർ, ബിസിനസ് തുടങ്ങാൻ വേറൊരു സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ പബ്ലിക് കമ്പനീസിന് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റും വേണം. എന്നാൽ പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനല്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയാൽ തന്നെ അവർക്ക് ബിസിനസ് അങ്ങ് തുടങ്ങാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പബ്ലിക് കമ്പനീസിനെ സംബന്ധിച്ച് കുറച്ച് പ്രൊസീജിയർ ഇത്തിരി കോംപ്ലക്സ് ആണ്. അവർക്ക് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ നിലവിൽ വന്നു എന്ന് കാണിക്കാനായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രൊസീജിയർ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റും കൂടെ കിട്ടിയാൽ മാത്രമേ പബ്ലിക് കമ്പനീസിന് ബിസിനസ് തുടങ്ങാൻ പറ്റൂ. എന്നാൽ പ്രൈവറ്റ് കമ്പനീസിന് ആ പ്രശ്നമില്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുമ്പോൾ തന്നെ അവർക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. മൂന്നാമത്തത്, പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്യേണ്ട. കാര്യം പബ്ലിക്കിൻ്റെ നിന്ന് ഷെയർ ക്ഷണിക്കാൻ പറ്റില്ലല്ലോ, ഷെയർ അവർക്ക് വന്ന് വാങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രോസ്പെക്ടസ് പ്രിൻറ്റ് ചെയ്യാനും ഡ്രാഫ്റ്റ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനും സൈൻ ചെയ്യാനും സീൽ ചെയ്യാനും അത് ഇഷ്യൂ ചെയ്യാനും അതിനൊന്നിനും പോകണ്ട. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനെ പിടിച്ചങ്ങ് മെമ്പേഴ്സ് ആക്കാം. അതിന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താണ് ആ സംഭവം? പറഞ്ഞുതരാം. പബ്ലിക് കമ്പനീസിൻ്റെ കേസിൽ അവരൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുവാണ്. സപ്പോസ് ഇപ്പോൾ 10 കോടി രൂപയുടെ ഷെയർ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരികയാണ്, ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുവാണ് 10 കോടി രൂപയുടെ ഷെയർ. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ 90% പബ്ലിക്ക് പർച്ചേസ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ താഴെയാണ് സബ്സ്ക്രിപ്ഷൻ നടന്നതെങ്കിൽ അത് മുഴുവനും ക്യാൻസലായി പോകും. 120 ദിവസത്തിനകം നമ്മൾ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും, ആപ്ലിക്കേഷൻ മണി. അപ്പോൾ ഒന്നുകൂടെ കേട്ടോ, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ കേസിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അവർ എത്ര രൂപയുടെ ഷെയർ ആണോ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത് ആ ഇഷ്യൂവിൻ്റെ 90% സബ്സ്ക്രിപ്ഷൻ നടന്നിരിക്കണം. അതാണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ. അങ്ങനെ നടന്നില്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ മുഴുവനും ക്യാൻസലാവും. അത് ക്യാൻസൽ ആവാതിരിക്കാൻ വേണ്ടി അവർ അണ്ടർ റൈറ്റിംഗ് എന്നൊരു പരിപാടി ചെയ്യും. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം, ഇനി അങ്ങോട്ട് ടോപ്പിക്കിൽ വരുന്നുണ്ട്. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ നടക്കാതെ പോയാലും അവരൊരു കളി കളിക്കും. അതിനാണ് അണ്ടർ റൈറ്റിംഗ് എന്നൊരു സംഭവം പറയുന്നത്. ഓക്കെ, എനിവേ അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇത്ര ഓർത്ത് വയ്ക്കുക, ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നൊരു പ്രശ്നം പ്രൈവറ്റ് കമ്പനീസിന് ഇല്ല. കാര്യം അവർ ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ലല്ലോ. പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാത്തടത്തോളം എന്തിനാണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ? അവരാർക്കാണ് ഷെയർ കൊടുക്കുന്നത്? അവരുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അല്ലേ. പ്രൈവറ്റായിട്ടല്ലേ അലോട്ട് ചെയ്ത് കൊടുക്കുന്നേ, വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ മിനിമം സബ്സ്ക്രിപ്ഷൻ. അങ്ങനെ സംഭവം ഇല്ല. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ അവർ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് അങ്ങ് ഷെയർ കൊടുക്കുവാണ്. അതുകൊണ്ട് തന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നൊരു നൂലാമാല ഇല്ല.
ഇറ്റ് ക്യാൻ ഇഷ്യൂ ഫർദർ ഷെയർസ് ടു ഔട്ട്സൈഡേഴ്സ്. 200 പേര് വരെ ആകാമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാം, പക്ഷേ 200 പേര് കൂടരുത്. ഔട്ട്സൈഡേഴ്സിന് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രൈവറ്റ് പാർട്ടീസിന് പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്യാതെ തന്നെ ഔട്ട്സൈഡേഴ്സിന് ഷെയർ കൊടുക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, 200 പേരിൽ റെസ്ട്രിക്റ്റ് ചെയ്തോണം. ഇതൊക്കെ അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഹോൾഡിംഗ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഈ പബ്ലിക് കമ്പനീസിൻ്റെ കേസിൽ സർക്കാർ ഉത്തരവ് പ്രകാരം കുറേ മീറ്റിങ്ങുകൾ കൂടണമെന്നുണ്ട്, നിർബന്ധമാണ്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. പബ്ലിക് കമ്പനീസിന് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നിർബന്ധമാണ്. അത് കൂടിയ എൻ്റെ മിനിറ്റ്സ് സർക്കാരിന് സമർപ്പിച്ചേ പറ്റൂ. എന്നാൽ പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ കൂടിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ് കീപ്പ് ചെയ്യണമെന്നില്ല. അതായത് മെമ്പേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു ഇൻഡെക്സ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് നിർബന്ധമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ 2 ഡയറക്ടേഴ്സിൽ കൂടുതൽ ഉണ്ടാവണമെന്നില്ല. അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് മതി. എന്നാൽ പബ്ലിക് കമ്പനീസിന് 3 ഡയറക്ടേഴ്സ് വേണം. അപ്പോൾ ഒരു ഡയറക്ടറെ തപ്പി നടക്കണ്ട. ഇവിടെ ഉദാഹരണത്തിന് ഞാനും എൻ്റെ ബ്രദറും കൂടെ ചേർന്ന് പ്രൈവറ്റ് കമ്പനി നടത്തുന്നു. ഞാനും എൻ്റെ ബ്രദറും, മിനിമം 2 പേരുണ്ടല്ലോ, ഉണ്ട്. 3 ഡയറക്ടർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിവരവും വിദ്യാഭ്യാസവും കുറച്ച് അധികാരമൊക്കെ ഉള്ള ഒരുത്തനെ കൂടെ നമ്മൾ വിളിക്കേണ്ടി വരും. എടോ ഡയറക്ടറായിട്ട് വാടാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ആ പ്രശ്നം വരത്തില്ല. ഞാനും എൻ്റെ അനിയനും മാത്രമായിട്ട് തുടങ്ങുന്ന കമ്പനിയിൽ ഞാനും എൻ്റെ അനിയനും മാത്രം ഡയറക്ടറായാൽ മതി. നമുക്കൊരു പരിചയമില്ലാത്ത ഒരുത്തിനെ പിടിച്ച് ഡയറക്ടർ ആക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ പബ്ലിക് കമ്പനിയുടെ കേസ് അങ്ങനല്ല, 3 ഡയറക്ടേഴ്സ് ഉണ്ടാവണം. ഈ ഡയറക്ടർ എന്ന് പറയുന്നത് വലിയൊരു പൊസിഷനാണ്. ക്ലിയർ ആയോ? പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ 2 പേര് മതിയല്ലോ. അപ്പോൾ 2 ഡയറക്ടേഴ്സ് തന്നെ മതി. ആ പറയുന്ന ആൾക്കാർക്ക് തന്നെ ഡയറക്ടർ ആവാം. നമുക്കിനി വേറെ ഒരുത്തനെ വിളിക്കണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ അതാണ് 8ാമത്തെ ഒരു പോയിന്റ്. അപ്പോൾ ഇത്രയുമാണ് പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജ്. ഫോർമേഷൻ ഭയങ്കര ഈസിയാണ്. 2 പേര് മതി, പെട്ടെന്ന് തുടങ്ങാം. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയാൽ മതി, അവർക്ക് ബിസിനസ് തുടങ്ങാം. പബ്ലിക് കമ്പനിക്ക് അങ്ങനെ അല്ല. പിന്നെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് സമയമൊന്നും കളയണ്ട. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന ഒരു ലീഗൽ പ്രശ്നം ഉണ്ടാവത്തില്ല. ഫർദർ ഷെയർസ് വേണമെങ്കിൽ ഔട്ട്സൈഡേഴ്സിന് ഇഷ്യൂ ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൂടണമെന്ന് നിർബന്ധം പറയുന്നില്ല. ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒരു സിസ്റ്റമാറ്റിക് ഫോർമാറ്റിൽ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നില്ല. 2 ഡയറക്ടേഴ്സ് മതി എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, 3 വേണ്ട. പബ്ലിക് കമ്പനി പോലെ 3 ഡയറക്ടേഴ്സ് വേണ്ട, 2 ഡയറക്ടേഴ്സ് മതി. ഇത്രയുമൊക്കെയാണ് പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ്. പഠിക്കണം, 4 മാർക്കിന് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഇതേ ടോപ്പിക്ക് നിങ്ങളെ വിട്ടുപോയില്ല, ഇനിയുമുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. 2019 ക്വസ്റ്റ്യനിൽ 4 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിച്ചതാണ്. ചറപറായി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി മാത്രമായിട്ട് കുറേ ക്വസ്റ്റ്യൻ വരും. വട്ട് ഡു യു മീൻ ബൈ, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ, അഡ്വാൻറ്റേജ്, എന്തെങ്കിലുമൊക്കെ വരും. നമുക്ക് ഡിഫറൻസ് 10-16 ഡിഫറൻസ് ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ട് 4 മാർക്കിനെ ചോദിക്കൂ. ഒരു 10 എണ്ണം അല്ലെങ്കിൽ 8 or 9 അത്രയൊക്കെ പഠിച്ച് വെച്ചിരുന്നാൽ മതി. ഏറ്റവും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു 10 പോയിന്റ് പഠിച്ചാൽ മതി. അല്ല നിങ്ങൾ 16ഉം 17ഉം പഠിച്ച് വെച്ചിട്ട് അവസാനം എല്ലാം കൂടി ഇല്ലാതാക്കണ്ട. പെട്ടെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്നുള്ളത് തന്നെ എടുത്ത് പറയുവാണ്. ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്നുള്ളത് തന്നെ വെച്ച് ഡിഫറൻസ് ആക്കി തരാം. അപ്പോൾ പെട്ടെന്ന് പഠിക്കാം. ഒന്ന് മിനിമം നമ്പർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മിനിമം. ആദ്യം പ്രൈവറ്റ് കമ്പനി പറഞ്ഞേ. പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം 2, പബ്ലിക് കമ്പനിക്ക് മിനിമം 7. ഇപ്പം തന്നെ പഠിക്കാമല്ലോ. പ്രൈവറ്റ് കമ്പനി തുടങ്ങണമെങ്കിൽ മിനിമം 2 പേര്, പബ്ലിക് കമ്പനിക്കാണെങ്കിൽ മിനിമം 7 പേര്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. മാക്സിമം നമ്പർ ഇതും പറഞ്ഞതാണ്. പ്രൈവറ്റ് കമ്പനിക്ക് 200, ഇവിടെയോ നോ റെസ്ട്രിക്ഷൻ. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മാക്സിമം 200 പേരെ പറ്റൂ. പബ്ലിക് കമ്പനി ആണെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ പറയുന്നില്ല, അൺലിമിറ്റഡ്. 100, 200, 300, 400, ലക്ഷമോ കോടിയോ എത്ര വേണേലും ആകാമെന്നാണ് പറയുന്നത്. ഷെയർ ട്രാൻസ്ഫർ ഇവിടെ നോട്ട് ഫ്രീലി ട്രാൻസ്ഫറബിൾ. പ്രൈവറ്റ് കമ്പനിയിൽ ഷെയർ മറ്റൊരാൾക്ക് ചുമ്മാ അതങ്ങ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെയോ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഇതും പറഞ്ഞതാണല്ലോ. ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, പ്രൊഹിബിറ്റഡ് ആണ്. ഇവിടെ അങ്ങനെ ഒരു പ്രൊഹിബിഷൻ ഇല്ല. കണ്ടോ എന്ത് എളുപ്പമാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി മാറ്റി പറയുന്നത്. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് മിനിമം ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, മിനിമം ഞാൻ പറഞ്ഞായിരുന്നു. പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം 2, പബ്ലിക് കമ്പനിക്ക് മിനിമം 3. രണ്ടിടത്തും മാക്സിമം 15 തന്നെ. അപ്പോൾ അതൊരു വ്യത്യാസമായിട്ട് പറയാൻ പറ്റത്തില്ല. മിനിമം 2, ഇവിടെയോ മിനിമം 3. അതൊരു വ്യത്യാസമാണ്. പക്ഷേ മാക്സിമത്തിൻ്റെ കേസിൽ രണ്ടിടത്തും 15 വരെ പോകാവൂ. അപ്പോൾ ഈ മാക്സിമം എന്ന് പറയുന്നൊരു വ്യത്യാസമല്ല, സിമിലാരിറ്റിയാണ് പറയുന്നതേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇപ്പോൾ 5 പോയിൻ്റ് ആയില്ലേ. ഈ 5 പോയിൻ്റ് എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ.
മിനിമം നമ്പർ പ്രൈവറ്റ് കമ്പനിക്ക് 2, പബ്ലിക് കമ്പനിക്ക് 7. മാക്സിമം നമ്പർ പ്രൈവറ്റ് കമ്പനിക്ക് 200, പബ്ലിക് കമ്പനിക്ക് അൺലിമിറ്റഡ്. ഷെയർ ട്രാൻസ്ഫറബിലിറ്റി എങ്ങനെയാണ്? പ്രൈവറ്റ് കമ്പനിക്ക് നോട്ട് ഫ്രീലി ട്രാൻസ്ഫറബിൾ, പബ്ലിക് കമ്പനിക്ക് ഫ്രീലി ട്രാൻസ്ഫറബിൾ. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പ്രൈവറ്റ് കമ്പനിക്ക് പറ്റില്ല, പബ്ലിക് കമ്പനിക്ക് പറ്റും. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം 2 പേര്, പബ്ലിക് കമ്പനിക്ക് മിനിമം 3 പേര്. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ്, സർട്ടിഫിക്കറ്റ് ടു കമൻസ്, അങ്ങനൊരു സംഭവം പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ട. അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മാത്രം മതി. അതൊന്ന് പഠിച്ചു വെച്ചോണേ. പ്രൈവറ്റ് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ടു കമൻസ് അങ്ങനൊരു സർട്ടിഫിക്കറ്റ് വേണ്ട. ഒരെണ്ണം മതി. അതേതാ? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. എന്നാൽ പബ്ലിക് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയാൽ കമ്പനി നിലവിൽ വന്നു എന്നേ ആകുന്നുള്ളൂ. സർട്ടിഫിക്കറ്റ് ടു കമൻസ് ബിസിനസ് എന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇതും പറഞ്ഞു തന്നെയാണേ. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഞാൻ പറഞ്ഞായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നോട്ട് റിക്വയർഡ്. പബ്ലിക് കമ്പനിക്ക് റിക്വയർഡ് ആണ്. അത് റിപ്പോർട്ട് കൊടുക്കുകയും വേണം, രജിസ്ട്രാർക്ക് റിപ്പോർട്ട് കൊടുക്കുകയും വേണം. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൂടുകയും വേണം, രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും വേണം. ആർക്ക്? പബ്ലിക് കമ്പനിക്ക്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതല്ലേ. ഇതൊരു പുതിയ പോയിന്റ് ആട്ടോ. ക്വാറം എന്ന് കേട്ടിട്ടുണ്ടോ? ക്വാറിയല്ല, ക്വാറം. ഒരു മീറ്റിംഗ് കൂടാൻ മിനിമം എത്ര പേര് വേണം എന്നതിനെയാണ് ക്വാറം എന്ന് വിളിക്കുന്നത്. മിനിമം പേഴ്സൺസ് അല്ലെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ് ഓഫ് എ മീറ്റിംഗ്. മിനിമം പേഴ്സൺസ് റിക്വയർഡ് ടു കണ്ടക്ട് എ മീറ്റിംഗ്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ ക്വാറം? ബുക്കിലോട്ട് എഴുതി പോയി കേട്ടോണ്ടിരിക്കാതെ. ക്വാറം എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് കൂടാൻ മിനിമം എത്ര പേര് വേണം എന്നതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് ക്വാറം. നമ്മൾ സിനിമയിലൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ ക്വാറം തികഞ്ഞല്ലോ. ഇപ്പോൾ 3-4 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു കൊമേഡിയനോ അല്ലെങ്കിൽ ഒരു ഹാസ്യ നടനോ അല്ലെങ്കിൽ സ്വഭാവ നടനോ ആരെങ്കിലും ആൾ കയറി വരുമ്പോഴത്തേക്ക് ഇപ്പോഴാണ് ക്വാറം തികഞ്ഞത്. ഇങ്ങനെ കേൾക്കാറില്ലേ സിനിമയിൽ? നീയും കൂടെ വന്നപ്പോഴാണ് ക്വാറം തികഞ്ഞത്. അപ്പോൾ ക്വാറം എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം ഒരു മീറ്റിംഗ് കൂടാൻ എത്ര പേര് വേണമെന്നാണ്. 2 പേര് മതി. പ്രൈവറ്റ് കമ്പനിയിൽ 2 പേര് മതിയടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും എൻ്റെ അനിയനും കൂടെ പ്രൈവറ്റ് കമ്പനി നടത്തുന്നു. ഇപ്പം മീറ്റിംഗ് കൂടണമെന്ന് പറഞ്ഞാൽ എനിക്ക് വഴിയ പണത്തിൽ വിളിച്ചിരുത്താൻ പറ്റൂ? ഞാനും എൻ്റെ അനിയനും കൂടെ 2 പേര് നമ്മൾ ചെന്നൊരു പ്രൈവറ്റ് കമ്പനി തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കൊരു മീറ്റിംഗ് കൂടണം എന്ന് കരുതി വഴിയെ പോണത്തിന് വിളിച്ചിരുത്തണമെന്ന് പറഞ്ഞാൽ ശരിയാകൂ? അപ്പോൾ മിനിമം 2 പേര് തന്നെ മതി. ഞാനും എൻ്റെ അനിയനും കൂടെ കസേരയുടെ അപ്പുറം ഇട്ടിട്ടിരുന്നങ്ങ് സംസാരിച്ചാൽ മതി. മിനിമം 2 പേര് മതി പ്രൈവറ്റിൽ. പക്ഷേ പബ്ലിക് കമ്പനിയിൽ മിനിമം 5 പേരാണ് ഒരു മീറ്റിംഗ് കൂടാൻ വേണ്ടത്. ഈ മീറ്റിംഗ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തമ്മിലുള്ള സംസാരമല്ല, നിയമപരമായിട്ടുള്ള മീറ്റിങ്ങുകളുണ്ട്. അത് വരാൻ പോകുന്ന ടോപ്പിക്കിൽ ഒരു എസ്സേ ടോപ്പിക്കാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റിംഗ്. കമ്പനീസിൻ്റെ മീറ്റിംഗ് ഒക്കെ ഇത്രയും പഠിക്കാനുണ്ടല്ലേ? ഉണ്ട്. കമ്പനീസിന് മീറ്റിംഗ് കൂടുക എന്ന് പറയുന്നത് നിയമമാണ്. എളുപ്പമാണ്, സംഭവം എളുപ്പമാണ്. കുറേ മീറ്റിങ്ങുകളെ പറ്റി പഠിക്കാനുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ചിന്തിച്ചത് തന്നെ ഒരു മീറ്റിംഗ് കൂടാൻ മിനിമം ഇത്ര പേര് വേണമെന്ന് പറയാൻ മനസ്സിലായില്ല. ചില മീറ്റിങ്ങുകൾക്ക് നിയമപരമായിട്ട് റെക്കോർഡിക്കലാക്കണം. അവിടെ മിനിമം മെമ്പേഴ്സ് ഇവിടെ 2 മതി, ഇവിടെ 5 വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, തീർന്നിട്ടില്ല. സ്പെഷ്യൽ പ്രിവിലേജ്. പ്രൈവറ്റ് കമ്പനിക്ക് ഒരുപാട് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു തന്നതാണ്. മറ്റേ അഡ്വാൻറ്റേജ് ഇല്ലേ, അതാ പറയുന്നത്. പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ പബ്ലിക് കമ്പനി അങ്ങനെ ഒരു പ്രിവിലേജും എൻജോയ് ചെയ്യുന്നില്ല. ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ് പറഞ്ഞതാണല്ലോ. പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനത്തെ ഒന്നും കീപ്പ് ചെയ്യണ്ട. എന്നാൽ റിക്വയർഡ് ടു കീപ്പ് ആൻ ഇൻഡെക്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഇഫ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് എക്സീഡ്സ് 50. 50 മെമ്പേഴ്സിൽ കൂടുതൽ പോകുമ്പോൾ പബ്ലിക് കമ്പനി മെമ്പേഴ്സിൻ്റെ ഒരു ഇൻഡെക്സ് കീപ്പ് ചെയ്യണം. എന്നാൽ ഇവിടെ അങ്ങനെ കീപ്പ് ചെയ്യാൻ പറയുന്നില്ല. മിനിമം ക്യാപിറ്റൽ പിടിച്ചോ. മിനിമം ക്യാപിറ്റൽ പഠിപ്പിച്ചതാ, ഞാൻ പറഞ്ഞതാ. പ്രൈവറ്റിന് 1 ലക്ഷം, പബ്ലിക്കിന് 5 ലക്ഷം. മാനേജീരിയൽ റെമ്യൂണറേഷൻ അതൊന്ന് നോക്കിക്കോണേ. മാനേജീരിയൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം മാനേജിംഗ് ഡയറക്ടർ പോലുള്ള പോസ്റ്റിലേക്ക് നമുക്ക് എന്തുമാത്രം ശമ്പളം കൊടുക്കാമെന്നാണ്. പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, എത്ര വേണേലും കൊടുത്തോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പബ്ലിക് കമ്പനിക്ക് അങ്ങനല്ല. നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% കൂടുതലായിട്ട് മാനേജീരിയൽ റെമ്യൂണറേഷൻ പോകരുത്. ഇതൊക്കെ നല്ല പോയിൻ്റാണ്. പേപ്പറിൽ ഉണ്ടെങ്കിലേ ഇൻവിജിലേഷൻ പേപ്പർ നോക്കുന്ന ആൾക്ക് നല്ല ഇമ്പാക്റ്റ് വരും. പഠിക്കുന്നവരെ ഇത് എഴുതത്തുള്ളൂ. ഈ 11% പഠിക്കുന്ന കുട്ടികളെ എഴുതത്തുള്ളൂ, പെർസെൻറ്റേജ് അടക്കം. ഓക്കെ, അപ്പം മാനേജീരിയൽ റെമ്യൂണറേഷൻ്റെ കേസിൽ പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, നിങ്ങൾക്ക് എത്രയും കൊടുക്കാം. എന്നാൽ പബ്ലിക് കമ്പനിക്ക് അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% കൂടുതലായിട്ട് മാനേജീരിയൽ റെമ്യൂണറേഷൻ പോകരുത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, കമ്പനിയുടെ പേരിൻ്റെ വാലിൻ്റെ അറ്റത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ചേർക്കണം. ABC പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ അറ്റത്ത് PVT.LTD എന്ന് കണ്ടിട്ടുണ്ടോ? PVT.LTD അങ്ങനെ ചേർക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രൈവറ്റ് LTD ലിമിറ്റഡ്. എന്നാൽ പബ്ലിക് കമ്പനീസ് ആണെങ്കിൽ
പബ്ലിക് ലിമിറ്റഡ് എന്ന് ചേർക്കണ്ട, ലിമിറ്റഡ് എന്ന് മാത്രം മതി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഓർമ്മ വേണേ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നവോദയ, ഞാൻ വെറുതെ ഒരു പേരിടാണ്, അങ്ങനെയാണെങ്കിൽ അവർ നവോദയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലേ അറിയപ്പെടാവൂ. നവോദയ അല്ലെങ്കിൽ സൂര്യധാര പ്രൈവറ്റ് ലിമിറ്റഡ്, മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ കമ്പനിയുടെ പേരിൻ്റെ അറ്റത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയണം. എന്നാൽ പബ്ലിക് കമ്പനീസിൻ്റെ കേസിൽ ലിമിറ്റഡ് എന്ന് മാത്രം മതി. നവോദയ ലിമിറ്റഡ്, ചന്ദ്രധാര ലിമിറ്റഡ്, അങ്ങനെ ലിമിറ്റഡ് എന്ന് മാത്രം മതി. ഓക്കെ, അല്ലാതെ പബ്ലിക് ലിമിറ്റഡ് എന്ന് വെക്കേണ്ട. ഇത്രയുമൊക്കെയാണ്, ഇത്രയും വേണം. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം ഒരു കുറേ പറഞ്ഞല്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ 5, 5 2 7, 8 പോയിൻ്റ് ഇവിടെ തന്നെ പറഞ്ഞു ഞാൻ. 8, 9, 10, 11, 12, ഒരു 13ഓളം പോയിൻ്റ്. നിങ്ങൾ 10 എണ്ണമെങ്കിലും ഓർത്ത് വെക്കാമല്ലോ. 10 എണ്ണമെങ്കിലും ഓർത്ത് വെക്കണം. 4 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം. ഈ ഡിഫറൻസും കൂടെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണെന്ന് മനസ്സിലാവും. ഈസ് ഇറ്റ് ഓക്കെ? നല്ല പോയിൻ്റാണ്, നല്ല ടോപ്പിക്കാണ്. ഒരുപാട് മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് പ്രൈവറ്റ് പബ്ലിക് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ എവിടം വരെ എത്തിയെന്നറിയൂ? ഒരു ബോധം വേണമല്ലോ. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു. കൺട്രോൾ കഴിഞ്ഞു, ഓണർഷിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഇനി ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. അതാണ് ന്യൂ ജനറേഷൻ കമ്പനീസ് എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ന്യൂ ജനറേഷൻ കമ്പനീസ്, ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കമ്പനീസിൻ്റെ മെയിൻ ആയിട്ടുള്ള 5ാമത്തെ ക്ലാസിഫിക്കേഷൻ. ഓർഡർ തെറ്റിക്കല്ലേ? അവിടെ നമുക്ക് 5 കമ്പനി പഠിക്കാനുണ്ട്. ന്യൂ ജനറേഷൻ കമ്പനീസിനകത്ത് വ്യത്യസ്തങ്ങളായ 5 കമ്പനിയെ പറ്റി പഠിക്കാനുണ്ട്. ഇതിൽ പല ചോദ്യങ്ങളും 1 മാർക്കിന് പ്രതീക്ഷിക്കാറുണ്ട്. ഈ പറയുന്ന 5 എണ്ണത്തിൽ മിക്കവാറും ഒരുവിധപ്പെട്ടതെല്ലാം 5 മാർക്കിനും 2 മാർക്കിനും വരാറുണ്ട്. കൂടുതലും വരുന്നത് ഈ ഡോർമെൻറ്റ് കമ്പനിയും അസോസിയേറ്റ് കമ്പനിയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ പേരുകളൊന്ന് നോക്കിക്കോ. 1 മാൻ കമ്പനി അല്ലെങ്കിൽ 1 പേഴ്സൺ കമ്പനി അല്ലെങ്കിൽ OPC, ഇതെല്ലാം ഒരു വാക്കാണേ. 1 മാൻ കമ്പനി എന്നോ 1 പേഴ്സൺ കമ്പനി എന്നോ OPC എന്നോ പഠിച്ചു വെച്ചോ. അടുത്തത് സ്മോൾ കമ്പനി, ഡോർമെൻറ്റ് കമ്പനി, നിധി, അസോസിയേറ്റ് കമ്പനി. ഇങ്ങനെ 5 ടൈപ്പ് കമ്പനിയാണ് ന്യൂ ജനറേഷൻ കമ്പനീസ് എന്ന കാറ്റഗറി കിടക്കുന്നത്. നമുക്ക് ആദ്യം 1 പേഴ്സൺ കമ്പനി പഠിക്കാം. എന്താണോ 1 പേഴ്സൺ കമ്പനി? നിങ്ങളുടെ എഴുത്തനുസരിച്ച് വളരെ നിസ്സാരമാണ്. ഇത്രയും പൊട്ട ചോദ്യം എന്തിനാ ചോദിക്കുന്നത്? 1 പേഴ്സൺ കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ. ഇത് ഇത്രയ്ക്ക് അറിയത്തില്ലേ? 1 പേഴ്സൺ, അങ്ങനെ എഴുതി പോയി വെട്ടിയങ്ങളായി. 1 പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരാൾ തുടങ്ങിയതോ അല്ലെങ്കിൽ ഒരാളുള്ള കമ്പനി എന്നല്ല. ഇവിടെ ഒരാൾക്ക് ഒറ്റയ്ക്ക് കമ്പനി തുടങ്ങാൻ പറ്റില്ല, മിനിമം 2 പേര് വേണം. അപ്പോൾ പിന്നെ ഈ 1 പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത് പറഞ്ഞു തരാം. സബ്സ്റ്റാൻഷ്യലി മെജോറിറ്റി ഷെയറും ഒരാളുടെയിലായിരിക്കും, ലൈക്ക് 99.99999%. ഡമ്മി ആയിട്ട് ഒരാളും കൂടെ വേണം. നിങ്ങളത് പറയാൻ മറന്നു പോകരുത്. ഇവിടെ പറയുന്നതനുസരിച്ച് 1 പേഴ്സൺ കമ്പനി ഈസ് എ 1 ഷെയർ ഹോൾഡർ കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്നാണ്. ഫസ്റ്റ് ലൈൻ അങ്ങനെയാണ്, 1 ഷെയർ ഹോൾഡർ കോർപ്പറേറ്റ് എൻറ്റിറ്റി. എന്നാൽ സ്ട്രെസ് കൊടുക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. നോക്കൂ, ഇവിടെ നിന്ന് വായിച്ചു നോക്കി. ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2013, 1 പേഴ്സൺ കമ്പനി ഈസ് യൂഷ്വലി ഫോംഡ് ആസ് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന ഫോർമാറ്റിൽ മാത്രമേ 1 പേഴ്സൺ കമ്പനി തുടങ്ങാൻ പറ്റൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻ ആൻ OPC, 1 പേഴ്സൺ ഹോൾഡ്സ് പ്രാക്ടിക്കലി ദ ഹോൾ ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. സത്യത്തിൽ ആ ഒരാൾ തന്നെയാണ് ആ കമ്പനിയുടെ മുഴുവൻ ഷെയറും ഹോൾഡ് ചെയ്യുന്നത്. എന്നാൽ ബട്ട് ഇൻ ഓർഡർ ടു മീറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് ഓഫ് മിനിമം നമ്പർ, 2 പേര് വേണ്ടേ? അതുകൊണ്ട് സം ഡമ്മി മെമ്പേഴ്സ്, ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരുടെയുള്ള പേരും കൂടെ എഴുതി ചേർക്കണം. ക്ലിയർ ആവുന്നതോ പറയുന്നത് എന്താണെന്ന്? അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് തന്നെയാണ് നടത്തുന്നത്, ഷെയർ മുഴുവനും അയാളുടെയൊക്കെ തന്നെ ആയിരിക്കും, സമ്മതിക്കുന്നു. സാധാരണഗതിയിൽ ഇത് ഒരു സോൾ പ്രൊപ്രൈറ്റർ എന്ന പോലെ തുടങ്ങുന്ന ഒരു കമ്പനിയാണ്. ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന കമ്പനി, അത് തന്നെ മീനിങ്. പക്ഷേ ഈ ഒരു പോയിന്റ് നിങ്ങൾ വിട്ടുപോകരുത്. ഒരു ഡമ്മി ആളെയും കൂടെ ചേർത്ത് വെച്ചേക്കണം. കാര്യം മിനിമം 2 പേര് പേപ്പറിൽ കാണണം. അപ്പോൾ അങ്ങനെ തുടങ്ങുന്നതിനെയാണ് ഈ 1 പേഴ്സൺ OPC എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ട്. എ കമ്പനി ഇൻ വിച്ച്, ഏറ്റവും മുകളിൽ ഇറ്റാലിക്സ് ലെറ്റർ, ഏറ്റവും മുകളിൽ ഇറ്റാലിക്സ്, എ കമ്പനി ഇൻ വിച്ച് 1 പേഴ്സൺ ഹോൾഡ്സ് സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ഹാസ് കൺട്രോളിംഗ് പവർ ഓവർ ദ കമ്പനി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെയാണ്. എന്നാൽ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഇത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരാൾ ഒറ്റയ്ക്കാണോ? അല്ല, ഒരു ഡമ്മി ഷെയർ ഹോൾഡറുടെ പേരും കൂടെ കാണിക്കും. അതിനെയാണ് സത്യത്തിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെയാണ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെയാണ്. പക്ഷേ മെജോറിറ്റി എന്നല്ല, 99.99999% അത്രത്തോളം ഷെയറും ഒരാളുടെ കയ്യിലായിരിക്കും. ചിലപ്പോൾ ഡമ്മി ആയിട്ടുള്ള ആൾക്ക് കൊടുക്കുന്നത് വെറും 1 രൂപയുടെ ഷെയറൊക്കെ ആയിരിക്കും. അത് മതി.
₹1 ഷെയർ ആയിരിക്കും ഡമ്മിയുടെ ഇരിക്കുന്നത്. നമുക്ക് 2 ആൾക്കാർ വേണമെന്നല്ലേ പറയുന്നുള്ളൂ. ഓരോരുത്തരും എത്ര രൂപയുടെ ഷെയർ ഹോൾഡ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ലല്ലോ. ഞാനാണ് എല്ലാം ചെയ്യുന്നത്. എൻ്റെ അനിയൻ്റെ പേരിൽ ₹1 ഷെയർ കൊടുക്കും. പേപ്പറിൽ അവൻ്റെ പേരും കൂടെ കാണും, പക്ഷേ കമ്പനി മൊത്തം എൻ്റെ കയ്യിലായിരിക്കും. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് OPC എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി എന്ന് പറയുന്നത് അവിടെ പറയുന്നുണ്ട് വിച്ച് ഡസ് നോട്ട് എക്സീഡ് 50 lakh. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷത്തിന് മുകളിൽ പോകുന്നില്ല. ചില സാഹചര്യങ്ങളിൽ 5 കോടിക്ക് മുകളിൽ പോകരുത്. അങ്ങനെ പറയുന്നത് അത് നോർത്ത് വെച്ചാൽ ഈ 50 lakhൻ്റെ കേസ്, അതിനാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഡോർമെൻറ്റ് കമ്പനി. എടോ ഈ ഡോർമെൻറ്റ് കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് നിലവിൽ വരും, ഒരു കമ്പനി ഫോം ചെയ്യും, രജിസ്റ്റർ ചെയ്യും. പക്ഷേ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ബിസിനസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ തൽക്കാലം ഒരു കമ്പനി നിയമപരമായിട്ട് ഫോം ചെയ്തിട്ടിട്ട് ഏതെങ്കിലും ഒരു അസറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻറ്റാഞ്ചിബിൾ ഐറ്റമോ എന്തെങ്കിലും ഒന്ന് ആ കമ്പനിയുടെ പേര് കാണിക്കാൻ വേണ്ടി മാത്രം. ഫ്യൂച്ചറിലാണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത്. പക്ഷേ നിലവിൽ എന്തെങ്കിലും ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് നമുക്ക് മാത്രം അവകാശപ്പെടാനുള്ള ഒരു IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമുക്ക് കിട്ടി. ഒരു വസ്തു ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ടെക്നിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസിൻ്റെ എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കിട്ടി. അത് പേഴ്സണലി എനിക്ക് എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യേണ്ട, എനിക്ക് എൻ്റെ കമ്പനിയുടെ പേരിലാക്കണം. അതിന് വേണ്ടിയൊക്കെ മാത്രമായിട്ടൊരു കമ്പനി അങ്ങ് തുടങ്ങി വയ്ക്കും. അതാണ് ഈ ഡോർമെൻറ്റ് കമ്പനി. നിലവിൽ ആ കമ്പനി ആക്റ്റീവ് അല്ല, രജിസ്റ്ററിൽ മാത്രം, കമ്പനീസ് ആക്ടിലെ രജിസ്റ്ററിൽ മാത്രമേ ആ കമ്പനി കാണൂ. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടിയാണ്. ഇപ്പോൾ തൽക്കാലം കമ്പനിയിൽ ഒന്നും ചെയ്യാനില്ല, ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യം ചെയ്യാം എന്ന രീതിയിൽ ഇപ്പോഴേ ഒരു കമ്പനി തുടങ്ങി അങ്ങ് വെച്ചേക്കും. ഒരു ബിൽഡിംഗ് പോലും കെട്ടിക്കാണത്തില്ല, പേപ്പറിൽ കാണും അങ്ങനെ ഒരു കമ്പനിയുടെ പേര്. ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കാണും. എന്നിട്ട് നമ്മൾ ആ കമ്പനിയുടെ പേരിലായിരിക്കും വല്ല അസറ്റും ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങുന്നത്, ആ കമ്പനിയുടെ പേര് വാങ്ങാം. കാര്യം നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലീഗൽ ബൈൻഡിങ് ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനാണ് പ്രധാനപ്പെട്ട കാര്യം. കമ്പനിയുടെ ബിസിനസ് ആക്ടിവിറ്റി തുടങ്ങുന്നത് പിന്നത്തെ കാര്യമാണ്. നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പേരിൽ കോൺട്രാക്റ്റ് ഒപ്പിടാം. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ പേര് വെച്ച് അസറ്റ് വാങ്ങാം, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് രജിസ്റ്റർ ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലത്തേക്ക് ബിസിനസ് ഒന്നും നടത്തുന്നില്ല. നമ്മൾ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി ഒരു കമ്പനി തുടങ്ങി വെച്ചിരിക്കുകയാണ് പേപ്പറിൽ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് അങ്ങനെ ഒരു കമ്പനി തുടങ്ങി. പക്ഷേ ആ കമ്പനി ഇപ്പോൾ നല്ല ഉറക്കത്തില്ല, ആക്റ്റീവ് അല്ല. അങ്ങനെ ഒരു കമ്പനി ആക്റ്റീവേ അല്ല. അതിനെയാണ് ഈ ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. അതങ്ങനെയാണ് എഴുതിയേക്കണേ. പിന്നെ നിധി എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ ഇടയിൽ സേവിങ്സ് ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് തുടങ്ങുന്നൊരു കമ്പനിയാണ്. അതായത് ആ കമ്പനിയിലെ മെമ്പേഴ്സ് അവരുടെ ഡെപ്പോസിറ്റ്, ഇങ്ങനെ റിസീവിങ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മെമ്പേഴ്സ്, നമ്മൾ ഈ കുഞ്ഞു കുടുംബശ്രീക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. 50 രൂപ കൊണ്ടുപോയിടും, എല്ലാവരും കൂടെ കൊണ്ടുപോയിടും. എന്നിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അവർക്ക് ആർക്കെങ്കിലും വല്ല ആവശ്യം വരുമ്പോൾ കടമായിട്ട് കൊടുക്കും. അത് തന്നെ അവിടെ നടക്കുന്നത്. അത് തന്നെ നിധി. മെമ്പേഴ്സ് എല്ലാവരും അവരുടെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ആ കമ്പനി തന്നെ മെമ്പേഴ്സിന് തന്നെ കടം കൊടുക്കും. അത് സേവിങ്സ് കൂട്ടുക, സേവിങ്സ് ഹാബിറ്റ് കൂട്ടുക എന്നതിന് ഉദ്ദേശിക്കുന്നതാണ് ഈ നിധി എന്ന് പറയുന്നത്. ഒരെണ്ണങ്ങളുണ്ട് അസോസിയേറ്റ് കമ്പനി. ഇത് ചോദിക്കാറുണ്ട്, ഇത് ശ്രദ്ധിച്ചോണം. അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ കേട്ടോ, എ കമ്പനി ഈസ് കൺസിഡർഡ് ടു ബി ആൻ അസോസിയേറ്റ് കമ്പനി ഓഫ് അതർ കമ്പനി ഇഫ് ദ അതർ കമ്പനി ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓവർ സച്ച് കമ്പനി. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? എ കമ്പനി ഈസ് കൺസിഡേർഡ് ടു ബി ആൻ അസോസിയേറ്റ് കമ്പനി. ഒരു കമ്പനിയെ അസോസിയേറ്റ് കമ്പനി, ഇതാണ് അതർ കമ്പനി. അതായത് മറ്റൊരു കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയായിട്ട് നമ്മളൊരു കമ്പനിയെ വിളിക്കണമെങ്കിൽ ഈ മറ്റൊരു കമ്പനിക്ക് ഈ അസോസിയേറ്റ് കമ്പനിയിൽ നല്ല സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് വരണം. എന്നാൽ അത് സബ്സിഡിയറി കമ്പനി ആവാൻ പാടില്ല. അത് നേരെ ഹോൾഡിംഗ് സബ്സിഡിയറി പോകും. ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനിയുടെ കേസ് അല്ല പറയുന്നത്, സബ്സിഡിയറി കമ്പനി അല്ലാതെ തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ എയും ബിയും ഇരിക്കട്ടെ, എ ലിമിറ്റ് എയും ബിയും. ബി എന്ന് പറയുന്നത് എ എന്ന കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനി ആകണമെങ്കിൽ, ഒന്നുകൂടെ കേട്ടോ, ബി എന്ന കമ്പനി എ എന്ന കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനി എന്ന് വിളിക്കണമെങ്കിൽ എ എന്ന കമ്പനിക്ക് ബി എന്ന കമ്പനിയിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് വേണം. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ 20% ഷെയർ എയുടെ കയ്യിലായിരിക്കണം. ബി എന്ന കമ്പനിയുടെ മിനിമം ഒരു 20% എങ്കിലും, അറ്റ്ലീസ്റ്റ് 20%. ബി എന്ന കമ്പനിയുടെ 20% ഷെയർ ആരുടെ കയ്യിലാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന
ബി എന്ന കമ്പനിയുടെ ഒരു 20% ഷെയർ എങ്കിലും എയുടെ കയ്യിലാണെങ്കിൽ ബി എന്നത് എയുടെ അസോസിയേറ്റ് കമ്പനിയാണെന്ന് വിളിക്കാം. ആ 20% കേസ് മറന്നുപോലെ ഈസ് എ ജോയിൻറ്റ് വെഞ്ചർ. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് മീൻസ് കൺട്രോൾ ഓഫ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇവിടെ എയും ബിയും ഉണ്ട്. ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. എയും ബിയും ഉണ്ട്, 2 കമ്പനിയാണേ. ബി എന്ന കമ്പനിയുടെ മൊത്തം ഷെയറിൻ്റെ 20% ഷെയർ എങ്കിലും എ ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ബി എന്ന് പറയുന്നത് എയുടെ ഒരു അസോസിയേറ്റ് കമ്പനിയാണെന്ന് വിളിക്കാം. ഇതാണ് കോൺസെപ്റ്റ്. ഇതിനെയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ 20% ഇന്ന് കഴിഞ്ഞാൽ കൂടി 51 കഴിയുമ്പോഴാണ് ഹോൾഡിംഗ് സബ്സിഡിയറി ആവുന്നത്. ഇവിടെ 51-ൻ്റെ കേസ് പറയുന്നല്ലോ. 20 ആയാൽ 20, അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 20 തൊട്ട് 51 വരെയാണ് അസോസിയേറ്റ്. 20% തൊട്ട് ഒരു 51 വരെ ആകുമ്പോഴാണ് അസോസിയേറ്റ് കമ്പനി. 51% മുകളിൽ ഷെയർ ഹോൾഡ് ചെയ്താൽ പിന്നെ സബ്സിഡിയറി ആയി. ഒരു കമ്പനിയുടെ 51% മുകളിൽ ഷെയർ മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്താൽ അത് സബ്സിഡിയറി ആയിപ്പോവും. ഇവിടെ 20-ൻ്റെ കേസാണ് പറയുന്നതെങ്കിൽ അതിനെയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇതാ പറഞ്ഞുതരാം ഒന്നും കൂടെ. എ ബിയുടെ കേസ് മനസ്സിലായി. ബി എന്ന കമ്പനിയുടെ 0 to 20% എ ഹോൾഡ് ചെയ്താൽ നിങ്ങൾ ഒരു പേരും വിളിക്കണ്ട. ബി എന്ന കമ്പനിയുടെ 0 to 20% ആണ് എ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ 20 to 50 അല്ലെങ്കിൽ 20 to 50 ബി എന്ന കമ്പനിയുടെ 20% തൊട്ട് 50% വരെയുള്ള ഷെയറാണ് എ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ബി എന്നത് എയുടെ അസോസിയേറ്റ് കമ്പനിയാണ്. ഇനി മോർ ദാൻ 50 ബിയുടെ 50% മുകളിലാവുമ്പോൾ ബി എയുടെ സബ്സിഡിയറി കമ്പനിയാവും. മനസ്സിലായ? സബ്സിഡിയറി എന്താണ്, അസോസിയേറ്റ് എന്താണെന്ന്. 0 to 20 പേരില്ല. 20ക്കും 50ക്കും ഇടയിൽ ഇതിനിടയ്ക്ക് വയ്ക്കുകയാണെങ്കിൽ അസോസിയേറ്റ് കമ്പനി. 50ക്ക് മേളിൽ പോയാൽ സബ്സിഡിയറി കമ്പനി ആവും. ഓക്കെ, ഹോൾഡിംഗ് സബ്സിഡിയറി ആവും. ഓക്കെ, സോ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് കമ്പനീസ്. എല്ലാം കഴിഞ്ഞു. ചെറിയൊരു എസ്സേ അല്ല, ഒരു വലിയ എസ്സേ ആണ്. അപ്പോൾ അതാ പറയുന്നത്, ഓരോ കമ്പനിയുടെയും പേരും അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസും അറിയാമെന്നുണ്ടെങ്കിൽ ഈ എസ്സേ അറ്റൻഡ് ചെയ്യാം. അവിടെ തന്നെ ഓരോ കമ്പനിയുടെ പേരും വിലാസവും വെച്ചിട്ട് 1 മാർക്ക് 2 മാർക്ക് എന്ന് വേണ്ട. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നിങ്ങളെ ദൈവം സപ്പോർട്ട് ചെയ്താൽ, ഐ മീൻ നിങ്ങൾക്ക് വളരെ ഫേവറബിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഈ ഒരു ഒറ്റ ടോപ്പിക്ക് ടൈപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് എന്ന ഒറ്റ ടോപ്പിക്ക് മതി അറൗണ്ട് 25 to 30 മാർക്സ് ഇതിൽ നിന്ന് മാത്രം വരും. ഈ മൊഡ്യൂളിൽ നിന്നല്ല, ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രം. എസ്സേ 15 മാർക്കിന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് 4 മാർക്കിനൊക്കെ വേറെ ചോദ്യങ്ങൾ വരും. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ചോദ്യങ്ങൾ വരും. സോ നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ടോപ്പിക്കുകളല്ല, നല്ലൊരു ടോപ്പിക് കഴിഞ്ഞു. എന്താണ് കമ്പനി, അഡ്വാൻറ്റേജസ് ഓഫ് കമ്പനി, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കമ്പനി, ഫീച്ചേഴ്സ് ഓഫ് കമ്പനി, ഇത് തന്നെ ഒരു എസ്സേ ഉണ്ട്. കമ്പനി, ഫീച്ചേഴ്സ് ഓഫ് കമ്പനി, അഡ്വാൻറ്റേജസ് ഓഫ് കമ്പനി, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കമ്പനി, അവിടെ തന്നെ നല്ല സൂപ്പർ എസ്സേ കിടപ്പുണ്ട്. ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് കമ്പനി, അത് എസ്സേയോട് വലിയ എസ്സേ ആണ്. അവിടെ തന്നെ 1 മാർക്ക് 2 മാർക്ക് 4 മാർക്ക് ഒക്കെ ചോദിക്കാം. സോ എന്താണ് കമ്പനി, ഫീച്ചേഴ്സ് ഓഫ് കമ്പനി, അഡ്വാൻറ്റേജസ് ഓഫ് കമ്പനി, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കമ്പനി, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസിൽ ഇത് മൊത്തം ടോട്ടലായിട്ട് ഇത് മുഴുവൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നല്ലൊരു പോർഷൻ തീർന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയുള്ള അടുത്ത ടോപ്പിക്ക് നമുക്ക് എടുക്കാം. അത് ഫോർമേഷൻ ഓഫ് കമ്പനിയാണ്. അത് ഭയങ്കര പാടായിരിക്കും എന്ന് ചിന്തിക്കല്ലേ. ഒന്നും പ്രയാസമൊന്നും. നിങ്ങൾ ആദ്യം പഠിപ്പിച്ച് ഇത്രയും പഠിച്ചു പോയി. നിങ്ങൾക്ക് ഏതാണ്ട് 10-45 മാർക്കിനോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ കമ്പനി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാൻ. ഇനി വരും തോറും ടഫാകും എന്നൊന്നും നിങ്ങൾ വെറുതെ മനസ്സിനെ പറഞ്ഞ് പേടിപ്പിക്കണ്ട. ഇനിയുള്ളത് ഇതിനേക്കാളും എളുപ്പമാണ്. ഇനി മുന്നോട്ട് പഠിക്കാനുള്ളത് ഇതിനേക്കാളും എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് പെട്ടെന്ന് എല്ലാം തീർത്തു തരാം.